ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ടിൻ്റെ ആൻസറുമായിട്ടാണ്. അതായത് നിങ്ങളിൽ പലർക്കുമുള്ളൊരു ഡൗട്ടാണ് UGC നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 എല്ലാവർക്കും സെയിം ആണോ എന്നുള്ളത്. ലെറ്റ്സ് ക്ലിയർ ഇറ്റ് വെരി സിംപ്ലി. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ യെസ്, പേപ്പർ 1 എല്ലാവർക്കും സെയിം ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും സെയിം ആയിട്ട് കിട്ടണം എന്നില്ല. കൺഫ്യൂഷൻ ആയോ? അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ UGC നെറ്റ് എക്സാം ഓൾ ഇന്ത്യ നടത്തുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ പേപ്പർ 1ൻ്റെ സിലബസ്, എക്സാം പാറ്റേൺ, മാർക്സ് ഇതൊക്കെ സെയിം ആയിരിക്കും. ഇനി ഈ പേപ്പർ 1ൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, കോംപ്രിഹെൻഷൻ, ICT ഈ കാര്യങ്ങളൊക്കെയാണ് പേപ്പർ 1ൽ വരുന്നത്. ഇതിലെല്ലാം എല്ലാവർക്കും സെയിം ടോപ്പിക്ക് തന്നെ ആയിരിക്കും. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോന്നും ഓരോ ഷിഫ്റ്റായിട്ടായിരിക്കും നടക്കുന്നത്. മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓരോ ഷിഫ്റ്റിലും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് നിങ്ങൾ മോർണിംഗ് ഷിഫ്റ്റിൽ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്നില്ല ആഫ്റ്റർനൂൺ ഷിഫ്റ്റുകാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഫെയർനെസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ചില ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കില്ലേ, ചിലത് ഡിഫിക്കൽട്ട് ആയിരിക്കില്ലേ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റിൽ റീസണിങ് ഈസി ആയിരിക്കാം. സംടൈംസ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഈസി ആയിരിക്കാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ലെവലിലുള്ളതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഫെയർനെസ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നോർമലൈസേഷൻ എന്നൊരു മെയിൻ ഫാക്ടറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആവുകയാണെങ്കിൽ മാർക്ക് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അതല്ല, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കൂട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനെയും ഒരേ രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഒരേപോലെ ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. സോ റിമെമ്പർ ദീസ് പോയിൻറ്റ്സ്. സിലബസ് സെയിം ആണ്, എക്സാം പാറ്റേൺ സെയിം ആണ്, മാർക്സ് സെയിം ആണ്, ഡിഫിക്കൽട്ടി ലെവൽ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ മേ വേരി. അതിൽ തന്നെ സെയിം ഷിഫ്റ്റ് ആണെങ്കിൽ പോലും ഡിഫറെൻറ്റ് സെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ABCD പോലെ ഡിഫറെൻറ്റ് സെറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്നില്ല അടുത്തിരിക്കുന്ന ആൾക്ക്, അതേ സെയിം ക്വസ്റ്റ്യൻ നമ്പർ ആയിരിക്കണം എന്നില്ല അടുത്തിരിക്കുന്ന ആൾക്ക് കിട്ടുന്നത്. സോ എല്ലാം എക്സാക്റ്റ് സെയിം ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ പേപ്പർ 1 റിലേറ്റ് ചെയ്ത ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെറ്റ് എക്സാമിൻ്റെ കൂടുതൽ ക്ലാസ്സായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്